ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വചനം നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അഭിഷേകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുവിൻ്റെ വചനം നമ്മുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കൊടുക്കും, രോഗശാന്തി കൊടുക്കും, നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും. കാരണം ദൈവവചനം യേശുവാണ്. വചനം മാംസം ധരിച്ച യേശു, ആ വചനം നമ്മുടെ കുടുംബങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ അച്ഛൻ എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയാണ്. ആ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: അക്കാലത്ത് യാത്രാമധ്യേ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്ന് പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു: മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈ മാർത്തയുടെയും മറിയത്തിൻ്റെയും കഥ നിരവധി തവണ നാം കേട്ടിട്ടുള്ളതാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ ഡീക്കനായിരിക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ ഡീക്കൻ മിനിസ്ട്രി ചെയ്യാൻ എത്തിയപ്പോൾ ആ ഇടവകയിലെ മുഴുവൻ ജനങ്ങളും ആ സമയത്ത് വലിയ ദുഃഖമുള്ളവരായിട്ട് കാണാൻ സാധിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അസ്വസ്ഥരായിരിക്കുന്നത്? അപ്പോൾ അതിലൊരു സഹോദരൻ പറഞ്ഞു: അച്ഛാ, ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അവൻ്റെ മരണത്തെ ഓർത്ത് ഞങ്ങളെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ അവനെക്കുറിച്ചുള്ള വിവരണങ്ങളായി അവർ പറഞ്ഞു: അച്ഛാ, ഈ ഇടവകയിലെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന യുവാവാണവൻ. കാറ്റഗിസം ടീച്ചറാണ്. ഇവിടുത്തെ പള്ളിയിലെ ഓരോ കാര്യങ്ങൾ അവനോടൊന്ന് പറഞ്ഞാൽ മതി. ഇനി കാറ്റഗിസം കുട്ടികളുടെ പിക്നിക് അറേഞ്ച് ചെയ്യണോ, അവൻ റെഡിയാണ്. അവിടെ സെമിനാറുകൾ നടക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കണോ, അവനെ ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ ഭക്ഷണം വയ്ക്കാൻ, സെമിനാർ അറേഞ്ച് ചെയ്യാൻ, കാറ്റഗിസം നടത്തുവാൻ, പള്ളിയിലെ കൊയറിന് വേണ്ട നേതൃത്വം കൊടുക്കുവാൻ, തിരുനാൾ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, ഡെക്കറേഷൻ ചെയ്യുവാൻ, അങ്ങനെ പള്ളിയിലെ ഓരോ കാര്യങ്ങളും അച്ഛന്മാർക്കും പള്ളിക്കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഓടി നടക്കുന്ന ഈ യുവാവ് ആത്മഹത്യ ചെയ്തത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവരിൽ ചില യുവാക്കന്മാർ എന്നോട് ചോദിച്ചു: ബ്രദറെ, എന്തുകൊണ്ട് ഇങ്ങനെ പള്ളിയിൽ ഇത്രമാത്രം സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ യുവാവ് എന്തിന് കെട്ടിത്തൂങ്ങി മരിച്ചു? എന്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദുരന്തമുണ്ടായി? എനിക്ക് അവർക്ക് ഉത്തരം നൽകാനായിട്ട് സാധിച്ചില്ല. ഞാൻ കൊടുത്ത ഉത്തരങ്ങളും പലപ്പോഴും പതറിപ്പോകുന്നുണ്ടായിരുന്നു.
ഞാൻ പലരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ലല്ലോ. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ നോക്കിയിരുന്നു. ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഒരു റിട്ടയർ ചെയ്ത ഒരു അധ്യാപിക ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എന്നാൽ എനിക്ക് ഒരു ഉത്തരം നൽകാനുണ്ട്. ഈ യുവാവ് അവൻ വളരെ ആക്റ്റീവായിരുന്നു. അവൻ കാറ്റഗിസത്തിൽ സജീവമായിരുന്നു. അവൻ ഇവിടുത്തെ സെമിനാറുകൾ നടത്താൻ മുൻപന്തിയിലുണ്ടായിരുന്നു. അവൻ മറ്റു പല കാര്യങ്ങളിൽ വ്യഗ്രതയോടെ ഓടി നടന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്. അവൻ മുഴുവൻ കുർബാനയിൽ പങ്കെടുത്തിരുന്നില്ല. അവൻ ദൈവവചനം തീഷ്ണതയോടെ അവൻ ശ്രവിച്ചില്ല. അവൻ കുർബാനയിൽ പങ്കെടുക്കുന്നതിനേക്കാളും അവൻ വചനപ്രഘോഷണം കേൾക്കുന്നതിനേക്കാളും അവൻ പ്രാധാന്യം കൊടുത്തത് മറ്റു പല കാര്യങ്ങൾക്കാണ്. പള്ളിയിലെ ഇടവകയിലെ ഭാഗ്യമായ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഓടി നടന്നപ്പോൾ വചനം കേൾക്കാനോ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുവാനോ അവന് സമയം കിട്ടിയില്ല. ഇതുമൂലം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് നിരാശയും ആത്മഹത്യ പ്രവണതകളും കടന്നു വന്നപ്പോൾ ആരുടെ അടുത്ത് പോകണം, ഏത് വചനമാണ് തന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് തിരിച്ചറിയാനാവാതെ അവൻ സ്വയം മരണത്തെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ യുവാവ്, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ആ യുവാവിൻ്റെ ജീവിതം ഒരു ദുരന്ത കഥയായി, ഒരു ട്രാജഡിയായി മാറിയെങ്കിൽ അതിന് കാരണം എല്ലാറ്റിനേക്കാൾ ഉപരി ഒരു മനുഷ്യന് ആവശ്യമായ ദൈവവചനവും പരിശുദ്ധ കുർബാനയും അതിന് പ്രാധാന്യം കൊടുക്കാതെ വന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ദൈവവചനത്തിനും കൂദാശകൾക്കും പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോൾ ജീവിത പ്രതിസന്ധികളിൽ തളർന്നുപോയി ജീവിതം ദുരന്ത കഥയായി മാറിയ ഒരു യുവാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർത്തയുടെയും മറിയത്തിൻ്റെയും ജീവിതമെടുത്ത് പരിശോധിക്കുമ്പോൾ മാർത്ത എന്ന് പറയുന്ന ആ ഒരു വ്യക്തി യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വ്യഗ്രതയോടെ ഉത്കണ്ഠയോടെ ഓടി നടക്കുകയാണ്. ഇന്നത്തെ ഓരോ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തെ മാർത്ത പ്രതിനിധാനം ചെയ്യുകയാണ്. തങ്ങളുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി, തങ്ങളുടെ മക്കളെ വലിയ ആളാക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന അപ്പൻ, പകലന്തിയോളം പണിയെടുക്കുന്ന അമ്മ, ഇങ്ങനെ മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവരണമെന്ന് ഉത്കണ്ഠയോടെ ഓടി നടക്കുമ്പോൾ ഇന്നത്തെ വചനം നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകന് നല്ല ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മകൻ പഠിച്ച് വളർന്ന് അവൻ നല്ലൊരു ഡോക്ടറായി തീരും, അവൻ നല്ലൊരു എഞ്ചിനീയറായി തീരും. പക്ഷേ അവന് നല്ലൊരു അപ്പനാകാൻ പറ്റിയില്ലെങ്കിലോ, നല്ലൊരു ഭർത്താവാകാൻ പറ്റിയില്ലെങ്കിലോ, നല്ലൊരു മകനാകാൻ പറ്റിയില്ലെങ്കിലോ, നല്ലൊരു മകളാകാൻ പറ്റിയില്ലെങ്കിലോ, നല്ലൊരു ഭാര്യയാകാൻ പറ്റിയില്ലെങ്കിലോ, നല്ല ഒരു അമ്മയാകാൻ പറ്റിയില്ലെങ്കിലോ, നിങ്ങളിങ്ങനെ വ്യഗ്രതയോടെ ഉത്കണ്ഠയോടെ ഓടി നടന്ന് വെട്ടിപ്പിടിച്ചത് ഒരു ദുരന്തമായി മാറില്ലേ? ഒരു തികഞ്ഞ ട്രാജഡിയായി മാറില്ലേ? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലുത്, എല്ലാറ്റിനേക്കാൾ വലുത് ദൈവവചനമാണ്, ദൈവത്തിനുള്ള സ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മറിയം
കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വചനം കേൾക്കുകയാണ്. ദൈവവചനം അത് അവളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. പാശ്ചാത്യ ലോകത്ത് സന്യാസ ജീവിതത്തിന് ആരംഭം കുറിച്ച ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒരാളാണല്ലോ വിശുദ്ധ ബെനഡിക്റ്റ്. വിശുദ്ധ ബെനഡിക്റ്റ് തൻ്റെ അനുചരന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ സിദ്ധാന്തം ഇതാണ്: വർക്ക് ആൻഡ് പ്രയർ. പ്രാർത്ഥനയും ജോലിയും. പ്രാർത്ഥന ഇല്ലാത്ത ജോലി, ജീവിതം അതിനാൽ തന്നെ നിരർത്ഥകമാണ്. പ്രാർത്ഥനയില്ലാതെ, അഭിഷേകമില്ലാതെ എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നാം എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, ഇതാ എനിക്ക് പണമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സൗകര്യങ്ങളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, പക്ഷെ എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല. ഞാൻ വെട്ടിപ്പിടിച്ചതെല്ലാം ഏച്ചുകെട്ടിയതുപോലെയാണ്, അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ കൊഴിഞ്ഞു പോകാത്തതും ഏച്ചുകെട്ടലില്ലാത്തതും നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് ഏറ്റവും വലുത് ദൈവവചനവും ദൈവത്തെ കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി വ്യഗ്രതയോടെ, ഉത്കണ്ഠയോടെ ഓടി നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുക്കുവാൻ പലപ്പോഴും നാം മറന്നു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ വസിക്കണം. വിശുദ്ധ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വലിയൊരു രഹസ്യം തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ആ ദിവ്യരഹസ്യം, ആ ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ളതാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെ വേറെ എന്ത് കാര്യങ്ങൾ നേടിയാലും അവ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ പക്വതയുള്ളവരായിട്ട് വളർന്നു വരുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ഈ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് തീസിസ് എഴുതിയത് കരിസ്മാറ്റിക് ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ്. അതിലൊരു ചെറിയ അധ്യായത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി: ഒരു കരിസ്മാറ്റിക്കുകാരൻ ഏറ്റവും വലിയ ഒരു കോണ്ടംപ്ലേറ്റീവ് ആണെന്ന്. അപ്പോൾ എന്നെ ചോദ്യം ചോദിച്ച ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു കരിസ്മാറ്റിക്കുകാരന് ഒരു കോണ്ടംപ്ലേറ്റീവ് അല്ലെങ്കിൽ ഒരു ധ്യാന സ്പിരിച്വാലിറ്റിയിൽ, ഒരു താപസന്റെ സ്പിരിച്വാലിറ്റിയിൽ എങ്ങനെ വളരാൻ സാധിക്കും? അത് കാരണം കരിസ്മാറ്റിക് ദൈവശാസ്ത്രം അല്ലെങ്കിൽ കരിസ്മാറ്റിക് ആധ്യാത്മികത എപ്പോഴും ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഗ്ലോറിയ എന്നുള്ള പ്രാർത്ഥന ശൈലിയല്ലേ? എങ്ങനെയാണ് ദൈവവചനത്തെ ധ്യാനിക്കാൻ സാധിക്കുക? അപ്പോൾ വളരെ നിഷ്കളങ്കതയോടെ ഞാൻ എൻ്റെ തീസിസിൽ എഴുതി, ഒരു കരിസ്മാറ്റിക്കുകാരന് യേശു യേശു യേശു, ഹല്ലേലൂയ, ഗ്ലോറിയ 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 എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുവാൻ അവന് സാധിക്കും. ഒരു കരിസ്മാറ്റിക്കുകാരന് ദൈവവചനത്തെ ധ്യാനിക്കാൻ മരുഭൂമിയിലേക്കോ മലമുകളിലേക്കോ ഗുഹകളിലേക്കോ പോകാതെ അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുന്ന ഓഫീസിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, കൃഷി സ്ഥലങ്ങളിൽ യേശുവേ യേശുവേ ഹല്ലേലൂയ പാടിക്കൊണ്ട് തൻ്റെ ഹൃദയത്തെ ഒരു ധ്യാനമാക്കി, തൻ്റെ ജീവിതത്തെ ഒരു ധ്യാനമാക്കി മാറ്റുവാൻ അവന് സാധിക്കും. ഞാൻ എൻ്റെ ഇടവക ജനത്തോട് ആഹ്വാനം ചെയ്തു.
കാരണം എൻ്റെ ഇടവക ജനം മുഴുവൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ മുൻപിൽ ഒരു നിത്യാരാധനയുടെ ചാപ്പൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ ജനത്തിനോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിനെ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ പള്ളിയുടെ മുൻപിൽ ഒരു നിത്യാരാധന ചാപ്പൽ കൊണ്ടുവന്ന് അതിൽ അഭിഷേകത്തോടെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടണമെങ്കിൽ എല്ലാറ്റിനേക്കാൾ ഉപരി നാം അഭിഷേകമുള്ളവരാകണം. ഒരുപാട് നാളുകളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്കൊരു നിത്യാരാധന ചാപ്പൽ ഞങ്ങളുടെ പള്ളിയുടെ മുൻപിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതിന് കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്, നാം എല്ലാവരും 100%, ഇടവക ജനങ്ങൾ 100% അഭിഷേകത്തോടെ കടന്നു വന്നാൽ മാത്രമേ പള്ളിയുടെ മുൻപിൽ ഒരു നിത്യാരാധന ചാപ്പൽ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയിൽ വളരുവാൻ ഞാൻ എൻ്റെ ദൈവജനത്തോട് ആഹ്വാനം ചെയ്തു. വർഷത്തിൽ ഒരു ആഴ്ച ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കേരളം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത അത്രയ്ക്ക് ധ്യാന കേന്ദ്രങ്ങളും അഭിഷേകമുള്ള വചനപ്രഘോഷകരുമുള്ള സ്ഥലമാണ് കേരളം. ഇത്രമാത്രം അനുഗ്രഹം ലഭിച്ച മറ്റൊരു ദേശം ലോകത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവജനത്തോട് ആഹ്വാനം ചെയ്തു, വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും അപ്പനും മക്കളും എല്ലാ കുടുംബം ഒന്നടങ്കം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. മറിയത്തെ പോലെ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ജോലിയും നമ്മുടെ പ്രാർത്ഥനയും ഒരു സന്തുലിത അവസ്ഥ കൈവരും. പ്രാർത്ഥനയില്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രപ്പെട്ട് നടക്കുമ്പോൾ, ആകുലപ്പെട്ട് നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബ്ലോക്കുകൾ വരും, തടസ്സങ്ങൾ വരും. അപ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ അന്വേഷിക്കുക. എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് ആകുലപ്പെട്ട് നടക്കുന്ന ദൈവജനമേ, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുമ്പോൾ, ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ വരെ ദൈവം ഇടപെടുകയും ദൈവം വഴി നടത്തുകയും ദൈവം അങ്ങനെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലും ആശ്രയിച്ച് വളർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയുമാണ്. കുഞ്ഞു കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കുക, ദൈവത്തെ കൊടുക്കുക. ഇന്ന് ലോകത്ത് എന്തുമാത്രം അക്രമങ്ങളും അനീതിയുമാണുള്ളത്. മയക്കുമരുന്നിനും മദ്യത്തിനും നമ്മുടെ എത്രയോ മക്കൾ അടിമപ്പെട്ടിരിക്കുന്നു. എനിക്കറിയുന്ന ഒരു യുവാവ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ 3 മണിക്കൂറോളം കെട്ടിത്തൂക്കിയിട്ട് അവൻ പീഡനമേറ്റു എന്ന് എന്നോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റ് പലവിധ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പരക്കം പായുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റു പലതും നാം വളരെ ഗൗരവത്തോടെ കൊടുത്തപ്പോൾ നമ്മുടെ മക്കൾക്ക് നാം ദൈവത്തെ കൊടുത്തില്ല. ഇന്ന് ധ്യാന കേന്ദ്രങ്ങളുടെ അടുത്തും വൈദികരുടെ അടുത്ത് ചെല്ലുകയാണ്, അച്ഛാ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. ഇതാ മയക്കുമരുന്നും മദ്യത്തിനും അടിമപ്പെട്ട് മന്ദബുദ്ധികളായി മാനസിക രോഗികളായി നമ്മുടെ എത്രയോ മക്കൾ അധപ്പതിച്ചിരിക്കുന്നു. അവർക്കൊരു വിടുതൽ വേണ്ടേ? അല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം കൊടുക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നന്മയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്തു തരും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ നാം ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതം വളരെയധികം നിരാശയിലും സങ്കടത്തിലും പെട്ടുപോകും. ആയതിനാൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
മറ്റു കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ട് ഉത്കണ്ഠകുലരായി ഓടി നടക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് മാർത്തയുടെയും മറിയത്തിൻ്റെയും ആ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ ദൈവം വസിക്കും. ഗോഡ് ഈസ് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ വചനത്തോടുള്ള ദാഹം, കൂദാശകളോടുള്ള സ്നേഹം, തിരുസഭയോടുള്ള കൂറ്, ആ ദൈവത്തിൻ്റെ മുൻപിലുള്ള, ആ ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള ആശ്രയത്വം, ഇത് കുഞ്ഞുനാളുകൾ മുതൽ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ പരിശ്രമിക്കണം. ബാക്കി എന്തൊക്കെ കൊടുത്താലും ഇവ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം ഒരു ദുരന്ത കഥയായിട്ട് മാറും. അതൊരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ മാർത്തയുടെയും മറിയത്തിൻ്റെയും ഈ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തിന്, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ദൈവം നമ്മുടെ കുടുംബങ്ങളെ താങ്ങിക്കൊള്ളുമെന്നാണ് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വളരെ അസ്വസ്ഥരാണ്. ഈ ലോകത്തിൻ്റെ സുഖത്തിനു വേണ്ടി ഞങ്ങൾ ഓടി നടക്കുകയാണ്. ദൈവത്തെ മറന്ന്, ദൈവവചനത്തെ മറന്ന്, തിരുസഭയെ മറന്ന്, കൂദാശകളെ മറന്ന് ഞങ്ങൾ ഓടി നടക്കുകയാണ്. മറ്റു പലതിനുമാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവ് ഈശോയെ, ഇതാ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. എല്ലാറ്റിനേക്കാൾ ഉപരി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പഠിപ്പിക്കുന്നത് പോലെ എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്, എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ, ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകമുള്ളതാക്കി മാറ്റണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.